കഴിഞ്ഞ 6 മാസമായിട്ട് ധാരാളം സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെ നിങ്ങൾ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകുന്ന സമയത്ത് തിയേറ്റർ സ്ക്രീനിന്റെ 2 സൈഡിലായിട്ട് 2 കറുത്ത ബാറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്ക്രീനിന്റെ താഴെയും മുകളിലുമായിട്ട് 2 കറുത്ത ബാറുകൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനൊരു പ്രശ്നം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. കാര്യം നമ്മൾ പണ്ട് തൊട്ടേ പല വീഡിയോകളിലായിട്ട് ഇക്കാര്യം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ള കാര്യം ഒന്ന് പറയാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് വളരെ ലളിതമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു തിയേറ്റർ ഓണറാണ്. നിങ്ങൾക്ക് ഒരു 72 അടി ഫീറ്റ്, അതായത് 72 ഫീറ്റ് വലിപ്പമുള്ള വീതിയുള്ള ഒരു സ്ക്രീൻ വേണം. പൊക്കമല്ല ഞാൻ പറഞ്ഞത്, വീതിയാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ 72 ഫീറ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ഏരിയസ്പെക്സ് ആണ്. അവിടുത്തെ സ്ക്രീനിന്റെ സൈസാണ് 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഈ വീതിയുടെ കാര്യത്തിൽ. അങ്ങനെ അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതുപോലെ 72 അടി വീതിയുള്ള ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ എന്നാൽ അങ്ങ് ചെയ്യാമെന്നല്ലേ. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ തിയേറ്റർ ഹാളിന് ഈ 72 അടി വീതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പൊക്കം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അവിടെയാണ് പല തിയേറ്റർ ഓണേഴ്സിനും ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ നമുക്ക് വീതി എത്ര വേണമെങ്കിലും കൂട്ടാനുള്ള സ്പേസ് നമുക്ക് കാണും. പക്ഷേ പൊക്കം, ആ ഒരു തിയേറ്റർ ഹാളിന്റെ പൊക്കം ഉണ്ടല്ലോ, റൂഫ് വരെയുള്ള ആ ഒരു പൊക്കം ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സിനിമ കാണുന്ന ഒരു രീതി, അതായത് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വരുന്ന രീതി എങ്ങനെയാണെന്നറിയാമോ? അതിന് പറയുന്നത് സ്കോപ്പ് എന്നാണ്, അതായത് സിനിമ സ്കോപ്പ് റേഷ്യോ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സിനിമ കാണുന്നത് ഒരു ദീർഘചതുരമാണല്ലോ, അതായത് ഒരു ചതുര ഷേപ്പിലാണല്ലോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിഡ്ത്തും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഈ വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു റേഷ്യോ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് തിയേറ്റർ സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ സ്കോപ്പ് റേഷ്യോ എന്ന് പറഞ്ഞല്ലോ, ഈ സ്കോപ്പ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2.35:1 ആണ്. ആ ഒരു വിഡ്ത്തും അതുപോലെ തന്നെ ഹൈറ്റും നമ്മുടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.35:1 ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളും, മലയാള സിനിമകൾ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും 98% സിനിമകളും വരുന്നത് ഇപ്പോൾ സ്കോപ്പ് റേഷ്യോ തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് 72 അടി വീതിയുള്ള സ്ക്രീൻ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ 72-നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ റേഷ്യോ, അതായത് 2.35:1 ഉണ്ടല്ലോ, അതിൽ ഈ 2.35 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 something ഒരു വാല്യൂ കിട്ടും. അപ്പോൾ അതിന് നമുക്ക് റൗണ്ട് ചെയ്ത് 31 എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അത്രയും, അതായത് ഈ 31 ഫീറ്റ് പൊക്കം നിങ്ങളുടെ തിയേറ്റർ ഹാളിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആദ്യം നോക്കണം. അപ്പോൾ 72 അടി വീതിയും അതുപോലെ തന്നെ 31 അടി പൊക്കവും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ഹോളിനും അത്രയും സൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്റർ സ്ക്രീനിന്റെ വലുപ്പത്തിൽ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്കോപ്പ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് തിയേറ്ററിൽ സ്ക്രീൻ ക്രമീകരിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് 99.5% തിയേറ്ററുകളിലും ഈ ഒരു സ്കോപ്പ് റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ ഇനി സിനിമയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സിനിമ എടുക്കുവാണ്. ഇപ്പോൾ ഞാൻ ഒരു ഡയറക്ടറാണ്, അപ്പം ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സിനിമ ഈ സ്കോപ്പ് റേഷ്യോയിലാണ് ഞാൻ അതിൻ്റെ ഔട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ ആസ്പെക്ട് റേഷ്യോ ഉണ്ടല്ലോ, ആ ഒരു ആസ്പെക്ട് റേഷ്യോവും ഞാൻ കൊടുക്കുന്ന സിനിമയും രണ്ടും തമ്മിൽ മാച്ചായാൽ മാത്രമേ നമുക്ക് ഫുൾ സ്ക്രീനിലായിട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പിടി കിട്ടിയോ? അതായത് നമ്മൾ ഇറക്കുന്ന സിനിമയും നമ്മുടെ തിയേറ്റർ സ്ക്രീനിൻ്റെ റേഷ്യോയും തമ്മിൽ മാച്ചായാൽ മാത്രമേ നമുക്ക് ഫുൾ സ്ക്രീനിൽ വരത്തുള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സൈഡിലായിട്ട് ബ്ലാക്ക് ബാർ വരുന്നത്, അതുപോലെ തന്നെ മുകളിലും താഴെയായിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 2 സൈഡിലും വരുന്നത്? ചില സമയത്ത് 2 സൈഡിൽ വരുന്നു, ചില സമയത്ത് മുകളിലും താഴെയായിട്ട് വരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഇനി അതിലേക്കാണ് നമ്മൾ അടുത്ത് കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 സൈഡിലും ഈ കറുത്ത ബാറുകൾ വരുന്നതിനെയാണ് പില്ലർ ബോക്സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുകളിലും താഴെയായിട്ട് കറുത്ത ബാറുകൾ വരുന്നതാണ് ലെറ്റർ ബോക്സിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ടാണ് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഒരു റേഷ്യോനെ പറ്റി മനസ്സിലാക്കാനായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സ്കോപ്പ് റേഷ്യോ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് റേഷ്യോ ആണ് കേട്ടോ. അതായത് 1.85:1. ഈ ഫ്ലാറ്റ് റേഷ്യോന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പൊക്കം കൂടുതലായിരിക്കും. അതായത് ഈ ഹോളിവുഡ് ഡയറക്ടേഴ്സ് ഒക്കെ അവരുടെ ഒരു വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ സിനിമ കാണിക്കേണ്ടത് നല്ല പൊക്കത്തിലായിരിക്കണം. അതായത് അത്രയും വൈഡായിട്ടുള്ള വിഷ്വൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹോളിവുഡ് ഡയറക്ടേഴ്സ്, അതായത് നമ്മുടെ ഇന്ത്യൻ ഡയറക്ടേഴ്സ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൂവി കോണ്ടന്റ് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റ് റേഷ്യോയിലായിരിക്കും അവർ പുറത്തേക്ക് വിടുന്നത്.
അപ്പോൾ റേഷ്യോ മാറി, മനസ്സിലായല്ലോ. മറ്റേടത്ത് 2.35:1 ആണ് നമ്മൾ സിനിമ സ്കോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് 1.85:1 ആയി. അതായത് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ഫ്ലാറ്റ് റേഷ്യോയിൽ വന്ന ഒരു സിനിമയാണ്. അതായത് പൊക്കം കൂടുതലാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് റേഷ്യോയിലുള്ള ഈ പൊക്കം കൂടിയ കോണ്ടന്റ് നമ്മുടെ നോർമൽ സ്ക്രീൻ, അതായത് നമ്മൾ ഈ സ്കോപ്പ് സ്ക്രീൻ എന്ന് പറയുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആ എന്താ പറയുക ദീർഘചതുരം പോലിരിക്കുന്ന ആ ഒരു വീതി കൂടിയ സ്ക്രീൻ ഉണ്ടല്ലോ, ആ സ്ക്രീനിലേക്ക് കളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, സൂം ഔട്ട് ചെയ്തിട്ട് മാക്സിമം സ്ക്രീൻ ഫിറ്റ് ആവുന്ന രീതിയിലേക്ക് വെക്കേണ്ടി വരും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും എം ഡി ആയി പോകും. തിയേറ്റർ സ്ക്രീനിൻ്റെ രണ്ട് സൈഡും എം ഡി ആയി പോകും. അവിടാണ് നമ്മൾ ഈ പറയുന്ന ആ ഒരു ബ്ലാക്ക് ബാർ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് പില്ലർ ബോക്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. യെസ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഫ്ലാറ്റ് കോണ്ടന്റിലുള്ള ഒരു സിനിമ, അതായത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ നമ്മൾ ഒരു നോർമൽ സ്ക്രീനിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് സൈഡിൽ രണ്ട് കറുത്ത ബാറുകൾ വരും. പക്ഷേ കേരളത്തിൽ തന്നെ ചില തിയേറ്ററുകളിൽ നമുക്ക് ഫുൾ സ്ക്രീൻ കളിക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെവിടെയൊക്കെയാണെന്നറിയോ? ഒന്ന് നമ്മുടെ കോഴിക്കോട് ഗാലക്സി സിനിമാസിലെ എപ്പിക് സ്ക്രീനാണ്. അതൊരു ഫ്ലാറ്റ് സ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റ് കോണ്ടന്റും അതുപോലെ തന്നെ ഫ്ലാറ്റ് സ്ക്രീനും രണ്ടും മാച്ച് ആവുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അവിടെ ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇതുപോലൊരു സ്ക്രീനാണ് നമ്മുടെ കൊച്ചി ലുലു മാളിലെ OD3 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഫ്ലാറ്റ് ആയിട്ട്, അതായത് മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈ സിനിമയുടെ ഔട്ട്പുട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ റേഷ്യോയും തമ്മിൽ മാച്ച് ആകുമ്പോഴാണ് ഇത് നമുക്ക് ഫുൾ സ്ക്രീനിലായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെയും മുകളിലും ആയിട്ട് വരുന്നതാണല്ലോ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കോപ്പ് റേഷ്യോയിലുള്ള ഒരു സിനിമ, ഞാൻ ഈ പറഞ്ഞ സാധാരണ സിനിമകളുണ്ടല്ലോ, അത്തരം സിനിമകൾ നമ്മൾ നേരെ എടുത്ത് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് സ്ക്രീനിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പൊക്കം കൂടിയ സ്ക്രീനിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു എം ഡി സ്പേസ് വരുന്നത് താഴെ മുകളിലോട്ടായിരിക്കും. അവിടെ ആയിരിക്കും നമ്മൾ ഈ ഒരു ലെറ്റർ ബോക്സിംഗ് എന്ന് പറഞ്ഞ ആ രണ്ട് കറുത്ത ബാറുകൾ കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ സിനിമ വരുന്നത് സ്കോപ്പ് റേഷ്യോ ആണോ ഫ്ലാറ്റ് റേഷ്യോ ആണോ എന്നുള്ളത് നോക്കുക. കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല 99.5% വരുന്നത് നമ്മുടെ നോർമൽ സ്കോപ്പ് റേഷ്യോ തന്നെയാണ് ഉള്ള സ്ക്രീനുകളൊക്കെ. അപ്പോൾ അങ്ങനെ ഇറക്കുന്ന സിനിമകൾ നമുക്ക് ഫുൾ സ്ക്രീനിലായിട്ട് കാണാൻ പറ്റും. നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. പക്ഷേ ഈ ഡയറക്ടേഴ്സിൻ്റെ വിഷൻ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് കുറച്ചും കൂടെ പൊക്കത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു വിഷനുണ്ട്. ആ ഒരു സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു ഫ്ലാറ്റ് കോണ്ടന്റ് ഇറക്കും. അങ്ങനെ കോണ്ടന്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫ്ലാറ്റ് സ്ക്രീനുകളും വേണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ എപ്പി സ്ക്രീൻ ഉണ്ട്, നമ്മുടെ ലുലു മാളിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഓഡിയോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐമാക്സിന് വേണ്ടി സെപ്പറേറ്റ് ആണ്. ഐമാക്സും ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ തന്നെയാണ്, അറിയാലോ, നല്ല പൊക്കമുള്ള സ്ക്രീനാണ്. അപ്പോൾ ഐമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല രീതിക്ക് അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുമ്പോൾ 1.89:1 വരും. അപ്പോൾ അത്രയും പൊക്കത്തിലാണ് ഐമാക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അപ്പോൾ ആ രണ്ട് സ്ക്രീൻ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി മൂന്നാമത്തെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ PXലാണ്. PXലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഫ്ലാറ്റ് റേഷ്യോയിലുള്ള PXL സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഇപ്പോൾ മൊത്തം 3 എങ്ങാണ്ടേ ഉള്ളൂ. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ അത് ഫ്ലാറ്റ് റേഷ്യോ ഉള്ള സ്ക്രീൻ ആണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ വലിപ്പം ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം കേട്ടോ. സൈസ് ഇപ്പോഴും അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. പിന്നെ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഫ്ലാറ്റ് റേഷ്യോയും അതുപോലെ തന്നെ സ്കോപ്പ് റേഷ്യോ സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയും ഈ ഒരു പ്രശ്നം വരും. കൃത്യമായിട്ട് ഇപ്പം എപ്പിക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫ്ലാറ്റ് കോണ്ടന്റ് വരുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ അത് ഫുൾ സ്ക്രീനിൽ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡൗട്ട് തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.